ഇറാന്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രങ്ങളിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന നിഗൂഢതകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് മുസ്തഫ ഖമനേയി പരമോന്നത നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ പുതിയ അധികാര സമവാക്യങ്ങളെയാണ്. ആയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയായി മകൻ എത്തുമ്പോൾ അത് വെറുമൊരു അധികാര കൈമാറ്റം മാത്രമല്ല, മറിച്ച് ഇസ്ലാമിക വിപ്ലവത്തിന്റെ കടുത്ത പാതയിലൂടെ രാജ്യം കൂടുതൽ കരുത്താർജിക്കുമെന്ന പ്രഖ്യാപനമാണ്. ജനകീയ പ്രക്ഷോഭങ്ങളെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും ഒരുപോലെ നേരിടേണ്ടി വരുന്ന ഈ നിർണായക ഘട്ടത്തിൽ സൈന്യത്തിന്റെയും മതനേതൃത്വത്തിന്റെയും അചഞ്ചലമായ പിന്തുണ മുസ്തഫ ഖമേനിക്ക് കരുത്ത് വർദ്ധിപ്പിക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ജനാധിപത്യപരമായ സ്വാതന്ത്ര്യത്തിനും മേൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാവുന്ന ഈ പുതിയ ഭരണം ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിലും വിദേശ നയങ്ങളിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് തുടക്കമിടും. ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാന വഴിത്തിരിവിലാണ് ആ രാജ്യം ഇപ്പോൾ നിൽക്കുന്നത്. ദീർഘകാലം പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ യുഗം അവസാനിക്കുമ്പോൾ മകൾ മുസ്തഫ ഖമനേയി ആ സ്ഥാനത്തേക്ക് വരുന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ഇതുവരെ ഔദ്യോഗിക ഭരണ പദവികൾ ഒന്നും വഹിക്കാതെ തന്നെ ഇറാന്റെ ആഭ്യന്തര വിദേശ നയ രൂപീകരണത്തിൽ നിഴൽ രൂപമായി സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തിയാണ് മുസ്തഫ ഖമനേയി. അദ്ദേഹത്തിന്റെ അധികാരാരോഹണം വെറും ഒരു കുടുംബവാഴ്ചയുടെ തുടർച്ചയായി മാത്രമല്ല കാണേണ്ടത്, മറിച്ച് ഇറാൻ ഉയർത്തിപ്പിടിക്കുന്ന കടുത്ത യാഥാസ്ഥിതിക നിലപാടുകളുടെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നയങ്ങളുടെയും പുനഃസ്ഥാപനം കൂടിയായിട്ട് വേണം കാണാൻ. ലോകരാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഇറാന്റെ ഈ പുതിയ നേതൃമാറ്റത്തെ നോക്കിക്കാണുന്നത്. മുസ്തഫ ഖമനേയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒപ്പമുണ്ട്. പുറം ലോകത്തിന് അധികം പരിചിതനല്ലാത്ത, എന്നാൽ ഭരണകൂടത്തിന്റെ എല്ലാ ചരടുവലികളും അറിയുന്ന മുസ്തഫയുടെ കടുത്ത നിലപാടുകൾ മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇസ്രായേൽ അമേരിക്ക വിരുദ്ധ നിലപാടുകളിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ വരും ദിവസങ്ങളിൽ ഇറാൻ കൂടുതൽ പ്രത്യാക്രമണ സ്വഭാവമുള്ള നയങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. വിപ്ലവ ഗാർഡുകളുടെ പൂർണ്ണ പിന്തുണയുള്ള പുതിയ നേതാവ് ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും അന്താരാഷ്ട്ര സ്വാധീനവും നിലനിർത്താൻ ഏതറ്റം വരെ പോകുമെന്നത് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമാകും. അധികാരത്തിന്റെ സുതാര്യതയേക്കാൾ നയങ്ങളുടെ കർക്കശത്തിനാകും വരും കാലങ്ങളിൽ ഇറാൻ മുൻഗണന നൽകുക. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇതുവരെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നിരുന്ന മുസ്തഫ ഖമനേയി പരമോന്നത നേതാവായി ഉയർത്തപ്പെടുന്നത് രാജ്യത്തിന്റെ ഭരണശൈലിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നത് കൂടിയാണ്. ഔദ്യോഗിക പദവികൾ വഹിച്ചിട്ടില്ലെങ്കിലും ഇറാന്റെ സൈനിക സാമ്പത്തിക വ്യൂഹങ്ങളിൽ അദ്ദേഹം പുലർത്തിയിരുന്ന അദൃശ്യമായ ആധിപത്യം ഇപ്പോൾ പരസ്യമായ അധികാരമായി മാറുകയാണ്. നിലവിലുള്ള കടുത്ത യാഥാസ്ഥിതിക നിലപാടുകൾ മാറ്റമില്ലാതെ തുടരുമെന്ന ഭരണകൂടത്തിന്റെ ഒരു പ്രഖ്യാപനം തന്നെയാണ് പുതിയ ഖമനേയിയുടെ ഈ അധികാരാരോഹണം. പുതിയ നേതൃത്വത്തിന് കീഴിൽ ഇറാന്റെ വിദേശ നയങ്ങൾ കൂടുതൽ പ്രത്യാക്രമണ സ്വഭാവമുള്ളതാകാനുള്ള സാധ്യതയെക്കുറിച്ചും ലോകം ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം മുസ്തഫയുടെ കാലത്തും ശക്തമായി തുടർന്നേക്കാം. മേഖലയിലെ പ്രതിരോധ സഖ്യങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കാനും പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇറാന്റെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള നീക്കങ്ങൾക്കാണ് വരും ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പൂർണ്ണമായ പിന്തുണ മുസ്തഫയ്ക്കുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ അധികാരം സുരക്ഷിതമാക്കുന്നത് കൂടിയാണ്. എന്നാൽ രാജ്യത്തിനകത്തെ സാമ്പത്തിക പ്രതിസന്ധികളും ജനകീയ പ്രതിഷേധങ്ങളും പുതിയ നേതാവിന് വലിയ വെല്ലുവിളിയാകും. സുതാര്യമായ ഭരണത്തെക്കാൾ ഉപരിയായി വിപ്ലവ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു കർക്കശമായ ഭരണമായിരിക്കും പുതിയ ഖമനേയുടേതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. മുസ്തഫ ഖമനേയി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഒരു വിഭാഗം സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയിരുന്നു. മുസ്തഫ തന്റെ പിതാവിനേക്കാൾ കടുത്ത യാഥാസ്ഥിതിക നിലപാടുകളുള്ള വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇറാന്റെ മൊറാലിറ്റി പോലീസ് ശൃംഖലയുമായും തീവ്ര നിലപാടുകളുള്ള സൈനിക വിഭാഗങ്ങളുമായും അദ്ദേഹത്തിനുള്ള ബന്ധം ഒരു പരസ്യമായ രഹസ്യമാണ്. ഇത് സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തുമോ എന്ന ഭയം നിലനിൽക്കുന്നതാണ്. 2022 മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ സ്ത്രീ ജീവിത സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ മുസ്തഫയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണം ശക്തമായിരുന്നു. അതിനാൽ അദ്ദേഹം അധികാരത്തിൽ വരുന്നത് തങ്ങളുടെ പോരാട്ടങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് സ്ത്രീകൾ ഭയപ്പെടുന്നുണ്ട്. ഹിജാബ് നിയമങ്ങൾ കൂടുതൽ കർക്കശമാകുമെന്നും നിയമലംഘകർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നുമുള്ള സൂചനകൾ പ്രതിഷേധക്കാർക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. തെരുവിലിറങ്ങിയ സ്ത്രീകളിൽ പലരും തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുവെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മുസ്തഫയുടെ കീഴിൽ ഇറാൻ ഒരു പോലീസ് സ്റ്റേറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. പ്രതിഷേധിക്കുന്ന സ്ത്രീകളെ ജയിലിൽ അടയ്ക്കാനും ശബ്ദമില്ലാതാക്കാനും പുതിയ നേതൃത്വം മടിക്കില്ലെന്ന തിരിച്ചറിവാണ് പെട്ടെന്നുള്ള ഈ തെരുവ് പ്രതിഷേധങ്ങൾക്ക് ആധാരം. ഇറാനിൽ ഒരു ഖമനേയി യുഗം അവസാനിച്ചപ്പോൾ
മറ്റൊരു ഖമനേയി യുഗത്തിന് തുടക്കമായിരിക്കുന്നു.